ചരിത്രത്തിലാദ്യമായി ബഹിരാകാശത്തെത്തിയ മലയാളി വംശജനായ ബഹിരാകാശ സഞ്ചാരിയാര്? അനിൽ മേനോൻ. അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്തത് ഏത് പേടകത്തിലാണ്? സോയൂസ് MS-29. അനിൽ മേനോനൊപ്പം ദൗത്യത്തിൽ പങ്കെടുത്ത റഷ്യൻ ബഹിരാകാശ സഞ്ചാരികൾ ആരെല്ലാം? പോത്ർ ദുബ്രോവ്, അന്ന കിക്കീന. ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിൻ്റെ സോയൂസ് MS-29 പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അനിൽ മേനോനെ എത്തിച്ച ദൗത്യത്തിൻ്റെ പേര്? എക്സ്പെഡിഷൻ 74. എക്സ്പെഡിഷൻ 74. ദീർഘകാല ശാസ്ത്ര ഗവേഷണ ദൗത്യമായ എക്സ്പെഡിഷൻ 74-ൽ പങ്കെടുക്കുന്ന പ്രധാന അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികൾ ഏതെല്ലാം? നാസ, റോസ്കോസ്മോസ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജാക്സ. അനിൽ മേനോനോടൊപ്പം സോയൂസ് എക്സ്പെഡിഷൻ 74-ൽ പങ്കെടുക്കുന്ന വനിതാ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? അന്ന കിക്കീന. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അനിൽ മേനോൻ ഏകദേശം എത്ര മാസം ചിലവഴിക്കും? 8 മാസം. 2027 ഏപ്രിലിൽ സംഘം ഭൂമിയിലേക്ക് മടങ്ങും. അനിൽ മേനോൻ മുൻപ് നാസയിൽ ഏത് ചുമതലയാണ് വഹിച്ചിരുന്നത്? ഫ്ലൈറ്റ് സർജൻ. അനിൽ മേനോൻ നാസയുടെ ബഹിരാകാശ സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷമാണ്? 2021. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിൻ്റെ വിക്ഷേപണ കേന്ദ്രമായ ബൈക്കനൂർ കോസ്മോഡ്രം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? കസക്കിസ്ഥാൻ.